ഷാർജയിൽ പ്രവാസികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ഗാർഹിക പീഡനങ്ങളുടെയും ആത്മഹത്യയുടെയും പശ്ചാത്തലത്തിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഗാർഹിക തർക്ക പരിഹാര സെഷൻ ആരംഭിക്കുന്നു. ഷാർജ കമ്മ്യൂണിറ്റി പോലീസ്, ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് എന്നിവയുടെ സഹകരണത്തോടെ എല്ലാ ശനിയാഴ്ചയുമായിരിക്കും സെഷൻ ഒരുക്കുക. ഷാർജയിൽ അടുത്തിടെയുണ്ടായ സംഭവവികാസങ്ങളെ തുടർന്ന് ഷാർജയിൽ ഇനി എല്ലാ ആഴ്ചയും ഗാർഹിക തർക്ക പരിഹാര സെഷൻ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകുന്നതിനായിട്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തലങ്കര ചേരുകയാണ്. ഇത് കമ്മ്യൂണിറ്റി പോലീസുമായി ചേർന്നിട്ടാണോ ഇത് ചെയ്യുന്നത്? ഏതൊക്കെ ദിവസങ്ങളിലായിരിക്കും ഇത് ഉണ്ടാവുക? വളരെ ദാരുണമായ സംഭവങ്ങളാണ് ഷാർജയിൽ കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഷാർജയിലെ കമ്മ്യൂണിറ്റി പ്രൊട്ടക്റ്റീവ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അവരെ ഞങ്ങളെ സമീപിച്ചു. അപ്പം നമ്മൾ സമീപിച്ച സമയത്ത് നമ്മളിവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ വളരെ സന്തോഷപൂർവ്വം അവർ പറഞ്ഞു, നമ്മളൊന്ന് കൈകോർത്ത് പിടിച്ചാൽ ഇങ്ങനെയുള്ള ദാരുണമായ സംഭവങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഇവിടെ എല്ലാ രാജ്യങ്ങളിലും ആൾക്കാർ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ എന്ന രണ്ട് ഗവൺമെൻറ്റും അംഗീകരിച്ച ഒരു പ്രസ്ഥാനം ഉണ്ടാകുമ്പോൾ അതിലിടപെട്ടുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾ അവരോടും അവർ അതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന നിലപാടാണ് അവരെടുത്തത്. അപ്പോൾ ഇന്നിവിടെ മേജർ നാസർ ബിൻ അഹമ്മദ്, ക്യാപ്റ്റൻ മിസ്സിസ് ഖാനിം എസ, അതോടൊപ്പം ഇൻസ്പെക്ടർ അവാദ് മുഹമ്മദ് എന്ന് പറയുന്ന 3 ഉദ്യോഗസ്ഥരാണ് ഇന്നിവിടെ അസോസിയേഷൻ ഹാളിലേക്ക് നമ്മുടെ ഓഫീസിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഒന്ന് ഇതിൻ്റെ അവർക്കുണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്, അങ്ങനെ പല കേസുകളും അവർക്കും കിട്ടുന്നുണ്ട്. പക്ഷേ അവർക്ക് നാട്ടിലുള്ള നമ്മൾ വ്യത്യസ്തരായ, ഇപ്പോൾ ഇന്ത്യ എന്ന വലിയ രാജ്യമാണല്ലോ, ആ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ വിവിധ തരത്തിലുള്ളതാണ്. അപ്പോൾ അതിനു സഹായം നിങ്ങൾ ചെയ്തു തരണം, ഭാഷാപരമായിട്ടും മറ്റുള്ള തരത്തിലും. അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള വ്യത്യസ്ത ആചാരങ്ങളൊക്കെ ഉണ്ട്, അത് സംബന്ധമായി അവർക്കൊന്നും വലിയ അറിവില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു സംവിധാനം, ഒരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഞങ്ങളുടെ വർക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ഈ സെഷൻ എന്ന് പറയുന്ന ഈ സാറ്റർഡേ സെഷൻ എന്ന് പറയുന്നത് ഇന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ആശയമാണ്. അത് അവർ കൂടി എല്ലാ ശനിയാഴ്ചയാണ് നടക്കുക. അടുത്ത് തന്നെ, ഇപ്പോൾ ഈ ശനിയാഴ്ചയല്ല, അടുത്ത് വരുന്ന ശനിയാഴ്ചകളിൽ നമ്മൾ തുടരും. പ്രത്യേകിച്ച് നമ്മുടെ കൂടെ തന്നെ നമ്മൾക്ക് ഇൻഹൗസ് കൗൺസിലേഴ്സ് ഉണ്ട്. നമുക്ക് ഷാർജ ഇന്ത്യൻ സ്കൂളിൽ 16,000 കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാകുമ്പോൾ നമുക്ക് വലിയൊരു കൗൺസിലിംഗ് ടീം നമ്മുടെ കൂടെ ഉണ്ട്. അതോടൊപ്പം പുറത്തു നിന്നുള്ള നമ്മുടെ മെമ്പേഴ്സിൻ്റെ പിന്നെ വിവിധ സംഘടനകളുടെയും ഒക്കെയുള്ള പ്രൊഫഷണൽസായ കൗൺസിലേഴ്സിനെ ടീമായി തിരിച്ചുകൊണ്ട് ഈ എവറി സാറ്റർഡേ ഒരു സെഷൻ ഇങ്ങനെയുള്ള വരുന്ന കോളുകൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങൾക്ക് അവരോട് ചർച്ച ചെയ്യാനും അവരോട് പരിഹാര മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനും അവരുടെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നുള്ളത്. അതിന് ഇവിടുത്തെ ഷാർജയിലെയും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാവരുടെയും സഹായ സഹകരണം നമ്മൾക്ക് ആവശ്യമുണ്ട്. ഇതിൽ ഏറ്റവും വലിയ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇതിലേക്ക് എത്തിച്ചേരുക എന്നാണ്. അപ്പോൾ എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾക്കറിയാം, ഇവിടെയൊക്കെ ഫ്ലാറ്റ്സിലാണ് ആൾക്കാരൊക്കെ താമസിക്കുന്നത്. ഇപ്പോൾ അവർക്ക് വരാൻ ബുദ്ധിമുട്ടുകൾ തന്നെ തൊട്ടടുത്ത് താമസിക്കുന്ന നമ്മുടെ ഇപ്പോൾ എല്ലാ ബിൽഡിങ്ങിലും എല്ലാ രാജ്യക്കാരുണ്ട്, അതിൽ പ്രത്യേകിച്ച് ഇന്ത്യക്കാർ വളരെ കൂടുതലാണ്. തൊട്ടപ്പുറത്ത് ആരെങ്കിലും ഇങ്ങനെ വിഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ കോൺഫിഡൻഷ്യലായിട്ട് ഞങ്ങൾ അറിയിക്കുകയാണെങ്കിൽ അത് എത്താനുള്ള സംവിധാനം നമ്മളുണ്ടാക്കാം. അതിന് ഷാർജ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് അപ്രൂവ് തന്നിട്ടുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഒരു കൗൺസിലിംഗ് ഏരിയയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിൽ പലപ്പോഴും നമ്മുടെ സഹോദരിമാരാണ് ഒരു ഇരയായി മാറുന്നത്. അപ്പോൾ വിക്ടിംസ് അവരാണ്. അപ്പോൾ ഇതിൽ കൗൺസിലേഴ്സ് നമ്മളിവിടെ നമ്മൾ കൊടുക്കാം. പക്ഷേ എനിക്ക് പൊതുസമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് നാട്ടിലുള്ള നമ്മുടെ പൊതുസമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഈ സ്ത്രീകൾക്കല്ല ആക്ച്വൽ കൗൺസിലിംഗ് കൊടുക്കേണ്ടത്. നമ്മുടെ ഈ പുരുഷ വിഭാഗത്തിനും അതോടൊപ്പം അവരുടെ മാതാപിതാക്കൾക്കും, പുരുഷന്മാർക്കും അവരുടെ മാതാപിതാക്കൾ, ഇപ്പോൾ കല്യാണം കഴിയാൻ പോകുന്ന കഴിഞ്ഞ് നിൽക്കുന്ന പുരുഷന്മാർക്കും അവരുടെ മാതാപിതാക്കൾക്കും നിർബന്ധമായും കൗൺസിലിംഗ് കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അങ്ങനെയുള്ള കഥ ഇന്ന് തന്നെ ഈ അറിഞ്ഞ ഉടനെ തന്നെ ഏകദേശം 3 കേസുകൾ ഇപ്പം ഞങ്ങളുടെ മുമ്പിൽ ഇന്ന് വന്നു. ഇന്ന് മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ടേഴ്സും ജനറൽ മാനേജറും ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മുമ്പിൽ ഒരു കേസ് വന്നു, ഇത് സംബന്ധമായൊരു കേസ്.
അപ്പോൾ ഞങ്ങൾ പരിഹരിച്ച് വിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതറിഞ്ഞ ഉടനെ തന്നെ ഇപ്പോൾ പല ഭാഗത്തും നമ്മൾക്ക് കോൾ വരുന്നുണ്ട്. ഇങ്ങനെ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഉണ്ട്. അത് വളരെ ഒരു പോസിറ്റീവായിട്ട് ഞങ്ങൾ കാണുകയാണ്. പക്ഷേ ഇവിടുത്തെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ കൂടെയുണ്ട്. അതുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ശനിയാഴ്ച എത്ര മണിക്കായിരിക്കും ഇതിൻ്റെ? അതിപ്പോൾ മാനേജിംഗ് കമ്മിറ്റി ചേർന്ന് തീരുമാനിക്കും ഏത് സമയത്താണ് വെക്കേണ്ടത്. ഇപ്പോൾ സ്കൂൾ അടച്ചത് കൊണ്ട് ഇവിടെ കൗൺസിലേഴ്സ് ഒന്നും അവൈലബിൾ അല്ല ഇപ്പോഴും. പക്ഷേ നമ്മൾ പൊതുസമൂഹത്തിൽ നിന്ന് നമ്മൾ കൗൺസിലേഴ്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അതോടൊപ്പം മാർക്കൊക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർ, എല്ലാവരും അല്ല, ഇതിൽ പ്രാവീണ്യം നേടിയ ആൾക്കാർ. കാരണം ഇത് വെരി സെൻസിറ്റീവ് ഏരിയ ആണ്, വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഏരിയ ആണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രൊഫഷണൽസ് വളരെ ഡെഡിക്കേറ്റായി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ അസോസിയേഷൻ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. അവർ ഞങ്ങളുടെ ഇൻഹൗസ് കൗൺസിലേഴ്സും കൂടിയായിരിക്കും ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അത് ഇന്ത്യൻ കൗൺസിലേറ്റ് ഇന്ന് വിളിച്ചിരുന്നു. ഇന്ത്യൻ കൗൺസിലേറ്റ് വിളിച്ച് പറഞ്ഞത് ഉടനെ തന്നെ പിന്നെ അത് തരത്തിലുള്ള പ്രൊഫഷണൽസിനെ അവർ തരാനും അതോടൊപ്പം അവർ കൂടി ഇതിൽ പങ്കാളികളാകാൻ അവർ തയ്യാറാണ്. ഇന്ത്യൻ കൗൺസിലേറ്റ് തയ്യാറാണ്. CG പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ സജീവമായിട്ട് തന്നെ ഇന്ത്യൻ കൗൺസിലേറ്റ് ഇടപെടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു കാര്യം കൂടി എന്ന് വെച്ചാൽ ഇപ്പോൾ പലപ്പോഴും കാണുന്നത് ഈ പാസ്പോർട്ട് സംബന്ധമായ പ്രശ്നം ഉണ്ട്. ഇങ്ങനെയുള്ള ഡിസ്പ്യൂട്ടഡ് ഫാമിലീസിനിടയിൽ പാസ്പോർട്ട് മിസ്സിങ്, പാസ്പോർട്ട് പുതുക്കാതിരിക്കുക, മക്കളുടെ പാസ്പോർട്ട് പുതുക്കാതിരിക്കുക, അങ്ങനെ പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ വളരെ